ഡൽഹിയിൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ ആസിഡ് ആക്രമണം. ലക്ഷ്മിബായ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രതിക്കായി തെരച്ചിൽ ആരംഭിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നു. തൗഫീഖ്, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം തന്നെ പ്രതിക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനീഷ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ക് നേരെ ആസിഡാക്രമണം ഉണ്ടായതായിട്ട് പോലീസ് ഇപ്പോൾ അറിയിച്ചത്. ലക്ഷ്മിബായ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പെൺകുട്ടിക്ക് നേരെ 3 സംഘം ആസിഡാക്രമണം നടത്തുകയായിരുന്നു. ഇതിലൊരാൾ പെൺകുട്ടിയുടെ സുഹൃത്താണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മുഖത്തിന് നേരെയാണ് എറിഞ്ഞത്. എന്നാൽ പെൺകുട്ടി ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് മുഖത്തിന് പരിക്കേറ്റില്ല, പകരം കൈക്ക് പൊള്ളലേറ്റതായി കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ കാരണം എന്താണെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 സംഘമാണ് ആക്രമണം നടത്തിയത്. അവർ അവിടെ നിന്ന് ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി കോളേജിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ ആസിഡ് ആക്രമണം ഉണ്ടായത് എന്ന് കൂടി പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇതിന് യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയിപ്പോൾ പ്രതികളെ പിടികൂടിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.